പ്രിയപ്പെട്ടവർ, ഏറെ വൈകാരികമായി നിൽക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷസ്ഥാനം താൽക്കാലികമായി ഞാൻ ഏറ്റെടുക്കുകയാണ്. MLA എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബാംഗം എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ വേർപാടിൻ്റെ വേദന ഞങ്ങൾക്കെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ അതിരാവിലെ മുതൽ, ഇന്നലെ മുതൽ ഇന്നും ഈ സമയവും ഇനിയും എത്തിച്ചേരാൻ കിടക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ. ഇന്നിവിടെ എത്തിച്ചേർന്നിരുന്ന ഓരോരുത്തരും ഒരു വാക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ അവരുടെ യാതൊരു തടസ്സവുമില്ലാതെ വരാമെന്നേറ്റ ഓരോ വ്യക്തിത്വങ്ങളുമാണ് ഇന്നിവിടെ നമ്മുടെ വേദിയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം മണിച്ചേട്ടനെ ഓർമ്മിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അഭിനേതാവ്, അതിനപ്പുറം മിമിക്രി കലാകാരൻ, നാടൻ പാട്ട് കലാകാരൻ, എല്ലാത്തിനുമുപരി ഒരു മനുഷ്യ സ്നേഹി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ നമ്മളെ വിട്ടുപിരിഞ്ഞ ഈ 9ാം വർഷത്തിലും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായതുകൊണ്ടാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ചടങ്ങുകൾ ഒത്തിരി തിരക്കുള്ള ആളുകളാണ് വേദിയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടി പ്രസംഗിക്കുന്നതിന് പ്രസക്തിയില്ല. ഇനി പ്രസംഗിക്കേണ്ടതും പറയേണ്ടതും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളാണ്. സ്വാഗത പ്രസംഗികൻ വിട്ടുപറയാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ കൂടെ കലാഭവനിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്ന് തന്നെ പറയാം. ഹരിഹരൻ, സജീവേട്ടൻ, നൗഷാദിക്ക, സലീമേട്ടൻ, ജയൻചേട്ടൻ എന്നിങ്ങനെ ഓരോ കലാകാരന്മാരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഈ 9ാം വാർഷിക അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തരോടും ഞാൻ ആദ്യമേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒപ്പം അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഇവരോടൊപ്പമുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നേരിട്ടറിയാനും നമുക്ക് കാതോർക്കാം. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും സിനിമാ സംവിധായകനും സിനിമാ നടനും, പ്രത്യേകിച്ച് ഈ അടുത്ത് അമൃത TV-യിൽ ഞങ്ങൾ ചേട്ടൻ്റെ ഒരു അനുസ്മരണ പരിപാടിക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഒരുപാട് നേരം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് പങ്കിടുമ്പോൾ അത് വാചാലമായിരുന്നു കൊണ്ട് ഒരുപാട് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ശ്രീ രമേശ് പിഷാരടി അവറുകളാണ്. അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. അങ്ങോട്ട് ചെയ്യാൻ
ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് ശ്രീ രമേശ് പിഷാരടിയെക്കുറിച്ച് രണ്ട് വാക്ക്. തലക്കെട്ടുകൾ ഒന്നും ആവശ്യമില്ലാത്ത പ്രായഭേദമന്യേ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് അദ്ദേഹം. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, ടെലിവിഷൻ അവതാരകൻ, നടൻ, സംവിധായകൻ എന്നീ നിലയിലെല്ലാം നമുക്കേറെ സുപരിചിതമായ ശ്രീ രമേശ് പിഷാരടി. 25 വർഷമായി മിമിക്രി രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം 2000-ലാണ് ശ്രീ സലിം കുമാറിൻ്റെ മിമിക്രി ട്രൂപ്പായ കൊച്ചിൻ സ്റ്റാലിയൻസിൽ ചേരുന്നത്. പിന്നീട് നിരവധി ടെലിവിഷൻ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും 2005-ൽ ഏഷ്യാനെറ്റ് പ്ലസിൽ സംപ്രേഷണം ചെയ്ത ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന കോമഡി ഷോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന നിലയിൽ നിരവധി വേദികളിലും നടൻ എന്ന നിലയിൽ സിനിമകളിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബഡായി ബംഗ്ലാവ് എന്ന കോമഡി പരമ്പരയിലെ വ്യത്യസ്തമായ അവതരണം കൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ ഏറെ പ്രിയപ്പെട്ടവനാക്കി. 2018-ൽ പഞ്ചവർണ്ണത്തത്ത എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മുടെ മെഗാസ്റ്റാറായ ശ്രീ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. നമുക്ക് ഏവർക്കും അറിയാം. മിമിക്രി എന്ന കലാരൂപത്തിന് ഒരു പുതിയ മുഖം സമ്മാനിച്ച നമുക്കേറെ പ്രിയപ്പെട്ട ഹാസ്യരാജാവ് ശ്രീ രമേശ് പിഷാരടിയെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മണിച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങൾ, സദസ്സിലും കൂടിയിരിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവരുൾപ്പെടെയുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. രാമകൃഷ്ണൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സുദീർഘമായ സംസാരങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക എന്നതിനപ്പുറം പുതുതായി എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. അത്രയധികം കേരള ജനതയെ, മലയാളികളെ സ്വാധീനിച്ച ഒരു കലാകാരൻ. ഇന്നത്തെ ഈ ഒരു ഡേറ്റ് ഇവിടെ മാത്രമല്ല, ഈ മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വിളി വരും. ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേരുകളുടെ ഒരുപാട് പേര് ഈ പേരിൽ ചെയ്യാൻ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഇപ്പോഴും ഈ ഒരു 6-ാം തീയതി ആകുമ്പോൾ നമ്മൾ വിളിക്കും, ഞങ്ങൾ മണിച്ചേട്ടൻ്റെ പേരിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പേരിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദിവസമായി ഈ തീയതി മാറി. എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ഇത്രയും അധികം സ്നേഹം ഒരാൾക്ക് പിടിച്ചു പറ്റാനാവുക എന്നത് വളരെ കൗതുകത്തോടെ പലപ്പോഴും പല വേദിയുടെ വശങ്ങളിൽ നിന്നും സ്ക്രീനിലൂടെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നമ്മുടെ പരിപാടി പറഞ്ഞിട്ടുണ്ട്, എന്തിനും എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ ചിത്രത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് മുകളിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയിട്ട് സ്ക്രീനിൽ പെട്ടെന്ന് കലാപം വിളിച്ച് എൻ്റർ ചെയ്തപ്പോഴാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യന് അസാധാരണമാം വിധം എങ്ങനെ വളരാമെന്നും അതിനുശേഷം അസാധാരണമാം വിധം എങ്ങനെ സാധാരണക്കാരനായി തുടരാമെന്നതിനുമുള്ളതിനൊരു മകുടോദാഹരണമാണ് കലാഭവൻ മണി എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ. ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം ഒരു സ്റ്റാറാണ്. 90കളുടെ പകുതിയിൽ തന്നെ അദ്ദേഹം സ്റ്റാറായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഈ പുഴവക്കത്തിൽ ഞാൻ സലീം കുമാറിൻ്റെ ട്രോഫി കളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്ന അന്നാണ്. അന്നൊരു ആറ്റിങ്ങൽ ഭാഗത്തുള്ള ഒരു കുട്ടിയുടെ കണ്ണോപ്പറേഷന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും അതിനോടൊപ്പം നാട്ടുകാർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സലീം കുമാറിൻ്റെ ട്രൂപ്പിനെ മണിച്ചേട്ടൻ വിളിച്ചു. ഞങ്ങൾ ആ ട്രൂപ്പിലെ അംഗങ്ങളായി ഇവിടെ വന്നു. അപ്പോൾ സലീമേട്ടൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ മണി ചിലപ്പോൾ ഞാൻ ആ ട്രൂപ്പിൻ്റെ മാനേജറാണ്, ഷോ കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ പൈസ തരും, ഞാൻ പൈസ മേടിക്കരുത്, പൈസ മേടിക്കാണ്ട് വരണം, അതൊരു ഫ്രീ ഷോയാണ്, നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും എന്ന് സലീം കുമാറേട്ടൻ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. ഷോ കഴിഞ്ഞ് അദ്ദേഹം പൈസ നീട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, സലീമേട്ടൻ പ്രത്യേകം പറഞ്ഞു വിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ പോയിട്ട് മേടിച്ചില്ല എന്ന് സലീം കുമാറിനോട് പറഞ്ഞു. അപ്പോൾ സലീം കുമാറിൻ്റെ പൈസയും കിട്ടും, എൻ്റെ പൈസയും കിട്ടും, നിങ്ങൾക്ക് 2 പൈസ കിട്ടൂല്ലേ, സുഖമായിട്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ചെയ്തില്ലെങ്കിലും അദ്ദേഹം വളരെ നിർബന്ധിച്ച് കുറച്ച് പൈസ എല്ലാവരെയും കെട്ടിയേൽപ്പിച്ച് വിടുന്ന രീതിയിൽ കലാകാരന്മാരെയൊക്കെ അദ്ദേഹം സ്നേഹിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവുമൊക്കെ ഇത്രയധികം ഞാൻ പലപ്പോഴും പറയാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എല്ലാം. സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി നമ്മുടെ മലയാള സിനിമയുടെ ക്യാമറയെ ഒരു വർഷം ഇന്നോളം ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും എല്ലാം
കഥകളായി കടന്നു ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹം കാരണമായിട്ടുണ്ട്. രാമകൃഷ്ണൻ പറഞ്ഞു പല തലക്കെട്ടുകൾ അദ്ദേഹം MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യനായ സംഗീത സംവിധായകൻ ചോദിച്ചു, പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഓർക്കസ്ട്രയുമായിട്ട് ഇത്ര സിങ്കായിട്ട് പാട്ട് പാടുന്നത്? പാട്ടുകാരനാണോ? അദ്ദേഹം കറളഞ്ഞൊരു പാട്ടുകാരനാണ്. ഡാൻസോ ഫയർ ഡാൻസോ പരിപാടികളൊക്കെ കളിക്കണോ? അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. അഭിനയത്തിൽ ഇനി വില്ലൻ വേണോ, കോമഡി വേണോ, ക്യാരക്ടർ വേഷങ്ങൾ വേണോ, അത് അദ്ദേഹം ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് രാമകൃഷ്ണൻ പതിര് വരി ഞാൻ എടുക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറത്ത് എപ്പോഴും മണിച്ചേട്ടൻ എന്ന മനുഷ്യൻ വളരെ ജനങ്ങളെ സ്നേഹിക്കുന്ന, നമ്മളെല്ലാം ഞങ്ങളൊക്കെ കലാരംഗത്ത് വരുന്ന സമയത്ത് കാണാനും ഇഷ്ടപ്പെടാനും ഒപ്പം നടക്കാനും ഒരു പ്രോട്ടോകോൾ നോക്കാതെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനും കൂടെ വന്നവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനും ഒക്കെ വലിയ തോതിൽ മനസ്സ് കാണിക്കുന്ന ഒരു കലാകാരൻ. ചില സ്റ്റേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന പോലെ ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത് എന്ന് വലിയ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ള കലാകാരൻ. അദ്ദേഹത്തിന്റെ വേർപാട്, നമ്മൾ ഓരോ മനുഷ്യനും ഈ ലോകത്ത് യൂണീക്കാണ്. ഓരോരുത്തരുടെയും വേർപാട് അതാത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ലാത്തതാണ്. പക്ഷേ ഈ മണിച്ചേട്ടനെ പോലെയുള്ള ചില ആളുകളുടെ ഉടനെയുള്ള വിയോഗം ഉണ്ടാക്കുന്ന വിടവ് കാലങ്ങൾക്കപ്പുറം നികത്താൻ പറ്റാത്തതാണ്. അതിങ്ങനെ അവിടെ നിൽക്കും. ഇപ്പോഴും അദ്ദേഹം ഒരു 2000 തൊട്ട് ഈ ദിവസം വരെ 2025 വരെ ഞാൻ എത്ര സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ 99.9% വേദികളിലും ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഇല്ലാതെ ഒരു സ്റ്റേജ് ഷോ ഇന്നും കേരളത്തിൽ കടന്നുപോയിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്. ഇതേ കയ്യടികൾ അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോഴും കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അത്തരത്തിലൊരു അത്ഭുതമായ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളാണ് നമ്മൾ ഓരോരുത്തരും ഇനി ഇവിടെ പറയുന്നതും പങ്കുവെക്കുന്നതുമല്ല. ഇനിയും ഞാൻ പറഞ്ഞ ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്ട്രഗിളിംഗ് പീരീഡിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിലേക്ക് ഇവിടെയും പല നല്ല കാര്യങ്ങൾ സംഭവിക്കും. നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട്. അതിലേക്ക് എന്നെ പരിഗണിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് രാമകൃഷ്ണൻ, അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. അദ്ദേഹമൊക്കെ ഇതിപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നതും വലിയ കൗതുകത്തോടെ സ്നേഹത്തോടെ കണ്ടെന്നും തുടർന്നും ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനും സമീപിക്കാവുന്നതാണ്, വരാവുന്നതാണ് എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ ഒരു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.